Hello everyone, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് WH വേർഡ്സിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഈ WH വേർഡ്സ് എന്ന് പറയുന്നത്? WH ക്വസ്റ്റ്യൻസിൽ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ WH വേർഡ്സ് എന്ന് പറയാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? WH ക്വസ്റ്റ്യൻസ് എന്താണ് എന്നാണ്. അപ്പോൾ WH ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മൾ ആ തരം ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി കിട്ടും. അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് പോലെയല്ല. അതായത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നില്ലെങ്കിൽ അതെ അല്ലെങ്കിൽ അല്ല എന്നുള്ള ഒരു ഉത്തരമാണ് കിട്ടുക. പക്ഷെ ഇവിടെ നമ്മൾ WH ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ അതിന് കിട്ടും. അപ്പൊ ഇതാണ് WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ WH ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? WH വേർഡ്സിന്റെ സഹായം കൊണ്ടാണ്, അതായത് വാക്കുകളുടെ. അപ്പോൾ മിക്ക ക്വസ്റ്റ്യൻസും ഫോം ചെയ്യാൻ ഇതുപോലെ WH വേർഡ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞാൽ വാട്ട്, വേർ, വെൻ, വൈ, ഈ വാക്കുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? അപ്പോൾ ഈ വാക്കുകളിലൊക്കെ എന്താണ് പ്രത്യേകതയുള്ളത്? എല്ലാ വേർഡ്സിലും W ഉണ്ട്, അതുപോലെ തന്നെ Hഉം ഉണ്ട്. അതുകൊണ്ടാണ് ഇവയെ WH വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് 25+ WH വേർഡ്സ് ഇവിടെ പഠിക്കുന്നതായിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ ഓരോ വേർഡ്സും വെച്ച് നമുക്ക് എങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാമെന്ന് നമ്മൾ നോക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാം. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന WH വേർഡ്സ് ഒക്കെ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് സമയം കിട്ടുമ്പോൾ നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും ലാസ്റ്റ് വണ്ണാണ്. അതായത് ആദ്യത്തെയൊക്കെ നമുക്ക് നന്നായി അറിയുന്നതല്ലേ, വാട്ട്, വേർ, വെൻ, അതൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പം നമുക്ക് അവസാനത്തിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഏതാണ് ആദ്യം വരുന്നത്? ഹൂ ഓൾ. അപ്പോൾ ഹൂ ഓൾ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം വരുന്നത്? ആരൊക്കെ എന്ന് പറയാനാണ് നമ്മൾ ഹൂ ഓൾ യൂസ് ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം നമുക്ക് ചോദിക്കണം, ആരൊക്കെ പഠിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കണം. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഹൂ ഓൾ ഹാവ് സ്റ്റഡീഡ്. അപ്പം ഞാനിവിടെ മലയാളത്തിലൊരു സെൻറ്റൻസ് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷിൽ നിങ്ങൾ പറയാൻ നോക്കാം അതിൻ്റെ ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ എങ്ങനെ പറയും നമ്മൾ? ഹൂ ഓൾ ഹാവ് സ്റ്റഡീഡ് എന്ന് ചോദിക്കാം. ആരൊക്കെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്? ഹൂ ഓൾ ഹാവ് ഡൺ ദി ഹോംവർക്ക്. ആരൊക്കെ മൂവി കണ്ടിട്ടുണ്ട്? എങ്ങനെ പറയും? ഇതേ ഫോമാറ്റ് ആണ്. എങ്ങനെ പറയാം? ഹൂ ഓൾ ഹാവ് സീൻ ദ മൂവി അല്ലെങ്കിൽ ഹൂ ഓൾ ഹാവ് വാച്ച് ദി മൂവി എന്ന് ചോദിക്കാം. നെക്സ്റ്റ് വരുന്നതാണ് ഹൂ. ഹൂ എന്ന് പറഞ്ഞാൽ ആര് എന്ന് ചോദിക്കാനാണ് നമ്മൾ ഹൂ യൂസ് ചെയ്യുക. അതായത് ആര്, ആരാണ് എന്നൊക്കെ പറയാൻ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞ ആരാണ് ഇന്ന് ആബ്സെന്റ് എന്ന് നമ്മൾ എങ്ങനെ ചോദിക്കും? ഹൂ ഈസ് ആബ്സെന്റ് ടുഡേ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ആരാണ് ഇന്നലെ ഭക്ഷണം തയ്യാറാക്കിയത്? എങ്ങനെ നമ്മൾ ചോദിക്കുക? ഹൂ പ്രിപ്പയർഡ് ഫുഡ് യെസ്റ്റർഡേ എന്ന് ചോദിക്കും. ഇനി ആരാണ് കരയുന്നത് എന്ന് നമ്മൾ എങ്ങനെ ചോദിക്കുക? ഹൂ ഈസ് ക്രൈങ്. നെക്സ്റ്റ് വരുന്നത് ഫോർ വാട്ട്, അതായത് എന്തിനെ, അതായത് എന്തിനു വേണ്ടിയിട്ട് എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ, അങ്ങനെ ചോദിക്കാനാണ് ഫോർ വാട്ട് നമ്മൾ യൂസ് ചെയ്യുക. നീ എന്തിനാ അങ്ങനെ എഴുതിയത്? ഇതെങ്ങനെ നമ്മൾ ചോദിക്കുക? ഫോർ വാട്ട് ഡിഡ് യു റൈറ്റ് ലൈക്ക് ദാറ്റ്. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ചോദിക്കണം, നീ എന്തിനാ അവനെ കടിച്ചത് എന്ന് ചോദിക്കണം. എങ്ങനെ പറയും? ഫോർ വാട്ട് ഡിഡ് യു ബൈറ്റ് ഹിം എന്ന് ചോദിക്കും. അടുത്ത വരുന്നതാണ് വാട്ട് എൽസ്. വാട്ട് എൽസ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? വേറെ എന്തെന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ട് എൽസ് യൂസ് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ വേറെ എന്താണെന്ന് എനിക്ക് വേണ്ടത്, നമ്മൾ ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയാം വാട്ട് എൽസ് ഡു യു വോണ്ട്. വേറെ എന്താണ് നീ പറഞ്ഞത്? വാട്ട് എൽസ് ഡിഡ് യു ടെൽ. വേറെ എന്താണ് നീ കൊണ്ടുവരിക? വാട്ട് എൽസ് വിൽ യു ബ്രിങ്. അടുത്തത് വരുന്നത് വാട്ട് കൈൻഡ് ഓഫ്. വാട്ട് കൈൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്ത് തരം അല്ലെങ്കിൽ ഏത് തരം എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ, അതിന് വേണ്ടിയിട്ടാണ് വാട്ട് കൈൻഡ് ഓഫ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വാട്ട് സോർട്ട് ഓഫ്, വാട്ട് ടൈപ്പ് ഓഫ് ഒക്കെ മാറ്റി പറയാം. അതായത് ഒരേ അർത്ഥമാണ് വരുന്നത്. അപ്പോൾ ഏത് തരം ആളുകളെയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് ചോദിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ പറയാം? വാട്ട് കൈൻഡ്സ് ഓഫ് പീപ്പിൾ ഡു യു ലൈക്ക്. അപ്പൊ ഇവിടെ കൈൻഡ്സ് എന്ന് വന്നത് പീപ്പിൾ പ്ലൂരൽ ആണ്, അതുകൊണ്ടാണ്. ഏത് തരം സാരിയാണ് നിനക്ക് വേണ്ടത്? ഇതെങ്ങനെ നമ്മൾ ചോദിക്കുക? വാട്ട് ടൈപ്പ് ഓഫ് സാരി ഡു യു വോണ്ട്. അല്ലെങ്കിൽ ഏത് തരം ബാഗാണ് നീ വാങ്ങുന്നത് എന്ന് എങ്ങനെ നമ്മൾ ചോദിക്കുക? വാട്ട് ടൈപ്പ് ഓഫ് ബാഗ് ആർ യു ബൈയിങ് എന്ന് ചോദിക്കാം.
അടുത്തത് വരുന്നതാണ് ബൈ വിച്ച്, വിത്ത് വിച്ച്, ഓൺ വിച്ച്, ഇൻ വിച്ച്. അപ്പൊ അതിലത്തെ ഫസ്റ്റ് വൺ ബൈ വിച്ച്. ബൈ വിച്ച് എന്ന് പറഞ്ഞാൽ എന്തിലൂടെ, അല്ലെങ്കിൽ നമുക്ക് പറയാം എന്തിൽ എന്നൊക്കെ ചോദിക്കാനാണ് ബൈ വിച്ച് യൂസ് ചെയ്യാം. നീ ഡൽഹിയിൽ എന്തിൽ പോകും എന്ന് ചോദിക്കണം. ബൈ വിച്ച് വിൽ യു ഗോ ടു ഡൽഹി? അപ്പൊ അതിന് മറുപടി ആയിട്ട് നമുക്ക് പറയാം ഐ വിൽ ഗോ ടു ഡൽഹി ബൈ പ്ലെയിൻ, ബൈ ട്രെയിൻ, നമുക്ക് ഇഷ്ടമുള്ളത് പറയാം. അടുത്ത വരുന്നത് വിത്ത് വിച്ച് ആണ്. വിത്ത് വിച്ച് ആർ യു റൈറ്റിംഗ്? എന്ത് വെച്ചാണ് നീ എഴുതുന്നത്? അങ്ങനെ ചോദിക്കാനാണ് നമ്മൾ വിത്ത് വിച്ച് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ഓൺ വിച്ച്. എന്തിന്മേൽ എന്ന് ചോദിക്കാനാണ്. ഏത് ടേബിൾമേയാണ് നീ സർട്ടിഫിക്കറ്റ് വെച്ചത് എന്ന് ചോദിക്കണം. ഓൺ വിച്ച് ടേബിൾ യു കെപ്റ്റ് ദ സർട്ടിഫിക്കറ്റ് എന്ന് ചോദിക്കാം. ഇനി ഇൻ വിച്ച് എപ്പോഴാണ് യൂസ് ചെയ്യുക? ഇൻ വിച്ച് അവൻ ഏത് ക്ലാസ്സിലാണ് എന്ന് ചോദിക്കാൻ. ഇൻ വിച്ച് ക്ലാസ് ഈസ് ഹി? അല്ലെങ്കിൽ ഇൻ വിച്ച് ക്ലാസ് ഡു യു സ്റ്റഡി? ഏത് ക്ലാസ്സിലാണ് നീ പഠിക്കുന്നത്? അങ്ങനെ ചോദിക്കാനാണ് ഇൻ വിച്ച് നമ്മൾ യൂസ് ചെയ്യുക. അടുത്തത് വരുന്നതാണ് വിച്ച്. വിച്ച് എന്ന് പറഞ്ഞാൽ ഏത് എന്നാണ് അർത്ഥം വരുന്നത്. ഏതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട നിറം? ഇതെങ്ങനെ നമ്മൾ ചോദിക്കും? വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് കളർ എന്ന് ചോദിക്കും. ഏതാണ് നിങ്ങളുടെ പുസ്തകം? ഇതെങ്ങനെ പറയാ? വിച്ച് ഈസ് യുവർ ബുക്ക് എന്ന് ചോദിക്കാം. ഇനി ഫോർ ഹൂം. ഫോർ ഹൂം എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടിയാണ് എന്ന് പറയാനാണ് ഫോർ ഹൂം നമ്മൾ യൂസ് ചെയ്യുക. ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ കാത്തു നിൽക്കുന്നത്? ഫോർ ഹൂം ആർ യു വെയിറ്റിംഗ്? ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നത്? ഫോർ ഹൂം ആർ യു പ്രിപ്പയറിംഗ് ദിസ് ഫുഡ്? അടുത്തത് വിത്ത് ഹൂം ആണ്. വിത്ത് ഹൂം എന്ന് പറഞ്ഞാൽ ആരുടെ കൂടെ എന്നാണ് അർത്ഥം വരുന്നത്. നിങ്ങൾ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? വിത്ത് ഹൂം ഡു യു ലിവ്? അല്ലെങ്കിൽ നമുക്കിപ്പോൾ ചോദിക്കണം അവൾ ആരുടെ കൂടെയാണ് വന്നത്? വിത്ത് ഹൂം ഡിഡ് ഷീ കം എന്ന് ചോദിക്കാം. അടുത്ത വരുന്നതാണ് ഹൂം. ഹൂം എന്ന് പറഞ്ഞാൽ ആരെ എന്നാണ് അർത്ഥം വരുന്നത്. ആരോടാണ് നീ സംസാരിച്ചത്? ഹൂം ഡിഡ് യു ടോക്ക് ടു എന്ന് ചോദിക്കാം. ഇനി നമുക്ക് പറയണം, ഇനി നമുക്ക് കുറച്ച് വ്യത്യാസമായിട്ട് നമുക്ക് പറയേണ്ടത് ആരുടെയാണ് ഈ പുസ്തകം എന്ന് ചോദിക്കണം. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? അപ്പം നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹൂസ്, അതായത് ആരുടെ എന്ന് ചോദിക്കാൻ. ഹൂസ് ബുക്ക് ഇസ് ദിസ്? അല്ലെങ്കിൽ ഹൂസ് ബോട്ടിൽ ഇസ് ദാറ്റ്? ആരുടെ ബോട്ടിലാണത്? അങ്ങനെയൊക്കെ ചോദിക്കാൻ നമ്മൾ ഉപയോഗിക്കുക ഹൂസ് ആണ്. അടുത്തതാണ് ഹൗ മച്ച് ടൈം. അപ്പൊ ഹൗ മച്ച് ടൈം എന്ന് പറഞ്ഞാൽ എത്ര സമയം എന്നാണ് അർത്ഥം വരുന്നത്. നീ എത്ര സമയം എടുക്കും വീട്ടിലെത്താൻ എന്ന് ചോദിക്കാൻ നമ്മൾ ഇങ്ങനെ പറയാം ഹൗ മച്ച് ടൈം വിൽ യു ടേക്ക് ടു റീച്ച് ഹോം? നീ എത്ര നേരം ഇന്നലെ പഠിച്ചു, അല്ലെങ്കിൽ എത്ര സമയം ഇന്നലെ പഠിച്ചു? ഹൗ മച്ച് ടൈം ഡിഡ് യു സ്റ്റഡി യെസ്റ്റർഡേ? ഇനി നമുക്ക് ഹൗ മെനി ടൈംസ് വെച്ച് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യണം. അപ്പൊ ഹൗ മെനി ടൈംസ് എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം എന്നാണ് അർത്ഥം വരുന്നത്. എത്ര പ്രാവശ്യം നീ അവിടെ പോയിട്ടുണ്ട്? ഹൗ മെനി ടൈംസ് ഹാവ് യു ഗോൺ ദേർ? എത്ര പ്രാവശ്യം നീ ഇത് ചെയ്തിട്ടുണ്ട്? ഹൗ മെനി ടൈംസ് ഹാവ് യു ഡൺ ദിസ്? ഇനി എത്ര പ്രാവശ്യം നീ ഒരു ദിവസം ഭക്ഷണം കഴിക്കും? ഹൗ മെനി ടൈംസ് ഡു യു ഈറ്റ് ഫുഡ് ഇൻ എ ഡേ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യുക. ഇനി നമുക്ക് ഹൗ മച്ച് വെച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കണം. അപ്പൊ ഹൗ മച്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ് എന്നൊക്കെ ചോദിക്കാനാണ് നമ്മൾ ഹൗ മച്ച് യൂസ് ചെയ്യുക. ഹൗ മച്ച് ഇസ് എ ടോട്ടൽ? എത്രയാണ് ടോട്ടൽ എന്നാണ് അർത്ഥം വരുന്നത്. അല്ലെങ്കിൽ എത്ര വെള്ളം നിങ്ങൾ കുടിക്കും? ഹൗ മച്ച് വാട്ടർ ഡു യു ഡ്രിങ്ക് എന്നൊക്കെ ചോദിക്കാം. ഇനി ഹൗ മെനി എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം എന്നാണ് അർത്ഥം വരുന്നത്. അതായത് അല്ലെങ്കിൽ എത്ര പേരെന്നും നമുക്ക് പറയാം. ഇന്നലെ എത്ര ആൺകുട്ടികളായിരുന്നു ആബ്സെന്റ് എന്നെങ്കിലും നമ്മൾ ചോദിക്കുക ഹൗ മെനി ബോയ്സ് വെയർ ആബ്സെന്റ് യെസ്റ്റർഡേ എന്ന് ചോദിക്കാം. നീ എത്ര മാമ്പഴം കഴിച്ചു എന്നിങ്ങനെ ചോദിക്കുക ഹൗ മെനി മാംഗോസ് ഡിഡ് യു ഈറ്റ് എന്ന് ചോദിക്കാം. അടുത്തതാണ് ഹൗ. ഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെ എന്നാണ് അർത്ഥം വരുന്നത്. എങ്ങനെയാണ് അത് സംഭവിച്ചത്? ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ? എങ്ങനെയുണ്ടായിരുന്നു ഫിലിം എന്ന് ചോദിക്കില്ലേ? നമ്മളിങ്ങനെ ചോദിക്കുക ഹൗ വാസ് എ ഫിലിം എന്ന് ചോദിക്കാം. ഇനി വേർ എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുക? വേർ എന്ന് പറഞ്ഞാൽ എവിടെ എന്നാണ് അർത്ഥം വരുന്നത്. വേർ ഡു യു ലിവ്? നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? അല്ലെങ്കിൽ വേർ ആർ യു ഫ്രം? നിങ്ങൾ എവിടെ നിന്നാണ്? അല്ലെങ്കിൽ അവൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? വാട്ട് ഡസ് ഷീ വർക്ക് എന്ന് ചോദിക്കാം. അടുത്തത് വരുന്നതാണ് വൈ. വൈ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് എന്നാണ് അർത്ഥം വരുന്നത്.
നീ എന്തുകൊണ്ടാണ് എന്നെ വിളിച്ചത്? വൈ ഡിഡ് യു കോൾ മീ? നീ എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ പോയത്? വൈ ഡിഡ് യു ഗോ ടു ദ ഹോസ്പിറ്റൽ? നീ എന്തുകൊണ്ടാണ് ജോലി വേണ്ടാന്ന് വെച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ജോലി ലീവ് ചെയ്തത്? വൈ ഡിഡ് യു ലീവ് യുവർ ജോബ് എന്ന് ചോദിക്കാം. അടുത്തതാണ് വെൻ. വെൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ എന്നാണ് അർത്ഥം വരുന്നത്. അവൻ എപ്പോഴാണ് വീട്ടിൽ വരുന്നത്? വെൻ ഇസ് ഹി കമ്മിങ് ഹോം? അല്ലെങ്കിൽ എപ്പോഴാണ് ബസ് എടുക്കുന്നത്? വെൻ ഡസ് ദ ബസ് ലീവ്? ഇനി നമുക്ക് ചോദിക്കണം, എന്നാണ് നിങ്ങളുടെ പിറന്നാൾ എന്ന് ചോദിക്കണം. വെൻ ഇസ് യുവർ ബർത്ത്ഡേ എന്ന് ചോദിക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? WH വേർഡ്സ് വെച്ച് നിങ്ങൾക്ക് പറ്റാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫോം ചെയ്യാൻ ട്രൈ ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക, പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.